സ്നേഹ അഖിൽ മാരാർ ആൻഡ് വൈഫ് അവരുടെ ആനീസ് കിച്ചണിലെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് എല്ലാവരും അയച്ചു തന്നിട്ടുണ്ട്. സ്നേഹനെയും കൂടി ഒപ്പം ഇരുത്തിയിട്ട് വേണം ഈ കാര്യത്തിൽ സംസാരിക്കാൻ എന്നാണ് എന്നോട് ചില ആളുകൾ പറഞ്ഞത്. അതുകൊണ്ടാണ് എന്നെ ഞാൻ വിളിച്ച് കയറ്റി ഇരുത്തിയത്. അല്ലെങ്കിൽ എന്നെ കേട്ടില്ല എന്നെ കേട്ടേണ്ട ആവശ്യം എന്താ? ഇന്റെ കണ്ടന്റ് ഞാൻ പറഞ്ഞിട്ട് പോലെ എന്റെ ചാനൽ, ഇന്റെ വീഡിയോ, ഇന്റെ കണ്ടന്റ്, ഇന്റെ ഇഷ്ടങ്ങൾ, മൈ റൂൾസ്. മനസ്സിലായോ? പറ്റില്ലെങ്കിൽ അറിയും പോവാം. സൗകര്യമില്ല. ഇതന്നെയാണ് ആ വീഡിയോയിലുള്ളത്. അത് നാട്ടുകാർക്ക് അറിയാം. നമ്മൾ രണ്ടാളും കൂടി ഈ വീഡിയോ റിയാക്ട് ചെയ്താൽ മിക്കവാറും അത് അറിയണോണ്ട് തന്നെയാണ് ഇത് അയച്ചവർ എന്നോട് പറഞ്ഞത്. സ്നേഹ ചേച്ചീനൊന്ന് ഇരുത്തണം കേട്ടോ വീഡിയോയില്. അപ്പൊ തന്നെ ഞാൻ മനസ്സിലാലോചിച്ചു കുടുംബം കലക്കി. പിന്നെ വ്യൂവർഷിപ്പ് ഡിമാൻഡ് ചെയ്താൽ നമ്മള് ചെയ്യണല്ലോ. എല്ലാവർക്കും ഇന്ന മതി. സ്നേഹ ചേച്ചി എവിടെ കമന്റ് കൊണ്ട് ഞാനിങ്ങനെ പൊറുതി മുട്ടിയിരിക്കുകയാണ്. എല്ലാവർക്കും ഉത്തരത്തിനായി ഞാൻ വന്നിരിക്കുന്നു ഗൈസ്. കൊറേ കാലം ഞാൻ ബിഗ് ബോസ് പോയപ്പോ നിങ്ങൾ അനുഭവിച്ചല്ലോ ഇതിനെ. എല്ലാരും ഇന്നെ നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുറ്റം പറഞ്ഞാൽ സീക്രട്ട് ഏജന്റിന്റെ കുറ്റം പറഞ്ഞാൽ കുറ്റം പറഞ്ഞാൽ നല്ലതാണോ? മനസ്സിലായില്ലേ? ഞാൻ മറ്റേ ഡിറ്റർജന്റ് ആരെ വേണേ വാഷ് ചെയ്യാം. ഞാനപ്പോ ഏറ്റവും നല്ല സൂപ്പർ ആളായി. അതെ, അത് മനസ്സിലാക്കിയിട്ടാണല്ലോ ചെയ്തത്. ചെയ്യും ഇനിയും കുറച്ച് കുറ്റം പറയാൻ. ദുഷ്ടേ മാമാരോട് ഇന്നെ കുറ്റം പറഞ്ഞിട്ട് ഇന്റെ വണ്ടി കയറിയിരിക്കുക. ഇവിടെ ഭാര്യ ഭർത്താവിനെ കുറ്റം പറഞ്ഞു, അവിടെ വേറെ തിരിച്ചാണ്. അതെ, എന്തൊരു അവസ്ഥ. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ആനീസ് കിച്ചൺ. ഇപ്പൊ ഏത് മേഖലയിൽ ഇറങ്ങിയാലും ലക്ഷ്മി ക്രിട്ടിസൈസ് ചെയ്യും. സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അറിയണ്ടേ? അങ്ങനെ അങ്ങ് പറയാം. എന്നാലും ഒരു ഭർത്താവ് ചെയ്യില്ലേ മോളെ? ഇതേപോലെ എന്നാലും ചെയ്യില്ലേ ആസ് എ വൈഫ് എന്ന നിലയ്ക്ക്? ഇപ്പം അതിന്റെ വ്യൂ പോയിന്റില് ലക്ഷ്മിയുടെ വ്യൂ പോയിന്റ് ഇതുവരെ ഒന്നും അപ്സെറ്റ് ആക്കിയിട്ടില്ല. ഇല്ല, അല്ല, ഓപ്പൺ ആയിട്ട് ലക്ഷ്മി പറയില്ലേ ഇന്നത് ചെയ്ത് ശരിയല്ലാന്നോ, ഇത് ശരിയല്ലാന്നോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയില്ലേ ചെയ്തത് തെറ്റാണെന്നോ? ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല. വീട്ടിൽ ഒന്നും പറയേല. അതല്ല, നമ്മളിപ്പോ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല ഇതുവരെ. വെരി ഗുഡ്, പെർഫെക്റ്റ്. അപ്പൊ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ശരിയാണ് ചെയ്യുന്നത്. വെരി ഗുഡ്. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉള്ളത് ഏറ്റവും. ഞാൻ ഒരിക്കലും അതുകൊണ്ട് വെറീഡ് അല്ല, ടെൻസ്ഡ് അല്ല. എന്താ പറയാ, ഇപ്പം പരാതികൾ പറയാനില്ല. ഇല്ല, ഞാൻ ആഗ്രഹിച്ചതുപോലൊക്കെ തന്നെ. ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യമുണ്ട്, എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ അന്തസ്സും മാനവും നഷ്ടപ്പെടുത്തരുത്. എന്റെ അണ്ണം കാരണം തല കുനിച്ച് നടക്കേണ്ടി വരരുത്. അറിയാമല്ലോ എല്ലാ വൈഫും ആഗ്രഹിക്കുന്നത്. വെരി ഗുഡ്. എനിക്ക് അല്ലാതെ ബ്രാൻഡഡ് സാധനങ്ങളോ അതോ ഇതോ അങ്ങനെ ഒന്നുമില്ല. വെരി ഗുഡ്. ഞാൻ ശരിക്കും ഭയങ്കരമായിട്ട് സപ്പോർട്ട്. വൈഫാന്ന് പറയുമ്പോൾ അതാ എല്ലാ സ്ത്രീകളും അത് തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ വൈഫാണെന്ന് അറിയുന്നതിൽ ഒരു അഭിമാനം അല്ലേ? അത് മതി. വെരി ഗുഡ്. ഈ ഒരു കേസിൽ എനിക്കിപ്പോ ഞാൻ 2-3 വട്ടം ഈ ക്ലിപ്പ് കണ്ട്, ഇപ്പൊ ഈ ക്ലിപ്പ് കണ്ടപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൽ ആക്ച്വലി മാരാരെയാണോ കുറ്റം പറയണ്ടേ? അത് മാരാരെ വൈഫിന്റെ അവരുടെ ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ മെന്റൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ, അവരൊരു കൊത്ത രാജുവിന്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അണ്ണം പറയുമ്പോ പകൽ, അണ്ണം പറയുമ്പോ രാത്രി. എപ്പോഴും പറയാറുണ്ട് അവർക്ക് എന്താ പറയാ, ഇപ്പൊ അഖിൽ മാരാര് ഭാര്യന്റെ അടുത്ത് അല്ലാതെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഈ സിറ്റുവേഷനിൽ ഒരു ഫൺ ആംബിയൻസിൽ ഇരുന്ന് ആരെടുത്തും റിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് വൈഫിനെ വെച്ച് റിപ്ലൈ ചെയ്തതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ആയത്. പക്ഷെ അഖിൽ മാരാരുടെ വൈഫാണ് ഇവിടെ എന്ത് ചെയ്തത്. എനിക്ക് തോന്നുന്നു അവരാണ് ഇവിടെ അഭിനയിച്ചത്. അഖില് റോ ആയിട്ടാ പറഞ്ഞത്. അഖിൽ മാരാരുടെ വൈഫ് അഖിൽ മാരാർ അങ്ങനെ പറഞ്ഞപ്പോ ആ സിറ്റുവേഷനിൽ തിരിച്ച് പറയാതെ എന്തായി, അണ്ണം പറയുന്ന പോലെ, അണ്ണം പറയുന്ന ഇതില് അവർക്കൊരു കുലസ്ത്രീ ആയിട്ട് ഇരിക്കാൻ ആ മെന്റാലിറ്റി ഉള്ള ഒരാളായിട്ട് അവര് പുറത്ത് ക്യാമറയുടെ മുന്നിൽ പുറത്തിറങ്ങിയാലും അങ്ങനെയാന്നുള്ള രീതിക്ക് അങ്ങനെ എന്തൊക്കെയോ ഉള്ള പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. എനിക്ക് അങ്ങനത്തെ ഫീൽ തോന്നിയേ. എനിക്ക് അങ്ങനെ എനിക്കിപ്പോ ഞാൻ ഒന്നും കൂടി അതൊന്ന് വ്യക്തമായി കണ്ടു കേട്ടപ്പോ എനിക്ക് മനസ്സിലായത് എന്താ അറിയോ, അവര് കാരണമാണ് ഇപ്പൊ അഖിലിന് എന്ത് കിട്ടുന്നത്, ഇത് കിട്ടിയത്. ഈ സിനാരിയോയിൽ കുറെ പേര് എടുത്തിട്ട് കുടഞ്ഞത്. ഭാര്യയെ റെസ്പെക്ട് ചെയ്യാത്ത ഭർത്താവ് എന്നുള്ളതിലുപരി ഭർത്താവിന് ഓവറായിട്ട് കെയറും റെസ്പെക്റ്റും അങ്ങോട്ട് കൊടുക്കുന്ന ഭാര്യ, അതൊരു വിഷയമല്ലേ? ഭർത്താവ് കാഷ്വൽ ആയിട്ട് അയാൾ എങ്ങനെയാണോ നോർമൽ ബാക്കിയുള്ളവരോട് ബിഹേവ് ചെയ്യുന്ന അതുപോലെ പോകുന്ന ഒരാള്. അഖിൽ മാരാരുടെ വൈഫ് ഒരു CCTV വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് കുറെ ക്യാപ്ഷനും സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അഖിൽ മാരാരുടെ വൈഫ് ചിലപ്പോ ഈ ചോദ്യം ചോദിച്ചു, അഖിൽ റിപ്ലൈ കൊടുത്തു, അഖിലിനെ മോശക്കാരനാക്കണ്ടല്ലോ, ഞാൻ അഖിലിനെ പ്രൊട്ടക്ട് ചെയ്യും
അങ്ങനെ ചിന്താഗതിയുള്ളവരുണ്ട്. അങ്ങനെ ചിന്തിച്ച് അവരെന്ത് ചെയ്തു, അതിനിങ്ങനെ ഒരു റിപ്ലൈ കൊടുത്തു. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഇല്ല ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോ അപ്പൊ അതർ പെർസ്പെക്റ്റീവില് കാണുന്ന ആളുകൾക്ക് അതിലൊരു സാധനം തോന്നിക്കഴിഞ്ഞാ കുറ്റം പറയാണ്ടോ ഇല്ല? അല്ല കറക്റ്റ് അല്ലേ? ഞാൻ സീരിയസ് ആയിട്ട് എനിക്കിപ്പോ അത് കണ്ടപ്പോ എനിക്ക് റിപ്പീറ്റഡ്ലി ആ സാധനം കണ്ടപ്പോ എനിക്കിപ്പോ അതാണ് ശരിക്കും ഹിറ്റ് ചെയ്തത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ സംസാരിക്കുകയാണ്, അപ്പൊ സായി ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാനിപ്പോ തിരിച്ച് പറയണ്ട, പറഞ്ഞു കഴിഞ്ഞാൽ മോശക്കേടാണെന്ന് സായിക്ക് അതൊരു മോശക്കേടായാലും അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ച് ഒഴിഞ്ഞു മാറി പോകുമ്പോ അത് ആ ഒഴിഞ്ഞു മാറി പോകുന്ന ആളെയല്ലേ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അത് അങ്ങനെ ചെയ്യരുത്, അത് കൃത്യമായ സമയത്ത് അത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റണം. ഈ സമയത്ത് നമ്മൾ എന്താ വിചാരിക്കും, ഇപ്പൊ ഈ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഞാൻ തിരിച്ചെന്തെങ്കിലും പറയണം. അത് ഞാൻ അങ്ങോട്ട് പറയുന്നോണ്ടാണല്ലോ, ഞാൻ പറയൂ, അതെ ഞാൻ അങ്ങോട്ട് പറയുന്നോണ്ടാണല്ലോ ഈ ഇങ്ങോട്ട് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പറയാതെ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ്. ഞാൻ അങ്ങോട്ട് പറയാതെ ഈ ഇരുന്ന് പറയാണ്, അല്ലെങ്കിൽ ഈ പറയാതെ ഞാൻ അങ്ങോട്ട് പറയുന്നത് അത് വേറൊരു സാധനം. അത് ഒരാൾ വേറൊരാളെ പ്രൊവോക്ക് ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ട് കയറി ഹിറ്റ് ചെയ്യുക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് ആ ലൈൻ ഓഫ് റെസ്പെക്ട് വിട്ടിട്ടുള്ള ഐറ്റാന്ന് വിചാരിക്കാം. ഇത് അഖില് കാഷ്വൽ ആയിട്ട് ഇപ്പൊ ഞാൻ എത്രയോ വീഡിയോസ് നമ്മൾ റിയൽ ലൈഫിൽ എത്രയോ ആൾക്കാർ ഞാൻ അന്നെ കളിയാക്കലുണ്ട് ഇന്നെ കളിയാക്കലുണ്ട്, പരസ്പരം നടക്കുന്ന ഒരു പരിപാടിയാണ്. നേരെ മറിച്ച് ഞാൻ സ്നേഹനെ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ സ്നേഹനെ കളിയാക്കുമ്പോൾ ഞാൻ അയ്യോ എല്ലാവരും വന്നു സ്നേഹനെ ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് കളിയാക്കിയത് എങ്ങനെ ഇപ്പൊ ഒന്നും വേണ്ട. ബിഗ് ബോസിന് ഏറ്റവും വലിയ എക്സാമ്പിൾ, ഞാൻ അതിൻ്റെ അടുത്ത് പോയി എല്ലാവരും ഞാൻ കളിയാക്കുമ്പോൾ ഈ വീഡിയോ ഇട്ടിട്ട് രാവിലെ മുതൽ ഇല്ലേ സായി അടിപൊളിയാണ്, സായി സൂപ്പറാണ്, സായി എന്തെങ്ങനല്ലേ, സായി നിങ്ങൾ ഇങ്ങനെ പറയരുതേ, അയ്യോ എന്റെ സായി ഏട്ടൻ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താ? അതെ പറയും കളിച്ചു, മനസ്സിലായോ? ഞാൻ കേറിയ ദിവസം മാത്രം നല്ലത് പറഞ്ഞുള്ളൂ, ബാക്കി ഒരു ദിവസം പോലും ഞാൻ നല്ലത് പറഞ്ഞിട്ടില്ല. അല്ല എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനത്തെ കളിയായിരുന്നല്ലോ. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ, നല്ല കാശ് കിട്ടിയില്ലേ, സൂപ്പറായില്ലേ, സാധനങ്ങൾ വെച്ചില്ലേ, ഒന്നും മിണ്ടാതിരിക്കും ബിഗ് ബോസ്. അല്ല ഞാൻ പറഞ്ഞ സാധനം അതാണ്. ലൈക്ക് അഖിൽ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എനിക്കറിയുന്ന ഒരു അഖിൽമാരെ ഞാൻ പറയാം, ഇതൊരു ഫൺ ഇന്റർവ്യൂ കൈൻഡ് ഓഫ് സാധനമാണ്. ഈ ഇന്റർവ്യൂവിനകത്ത് പോയിരിക്കുമ്പോ അഖിലിന്റെ മൂഡ് എന്താ, ചുമ്മാ കാഷ്വൽ ആയിട്ട് ഫണ്ണായിട്ട് വർത്താനം പറയാം. ഇതേ അഖിലിന് നിങ്ങളൊരു പൊളിറ്റിക്കൽ ഡിബേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയത്തിൽ സംസാരിക്കാനൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഉള്ള ആൾ എന്ത് പറയുന്നു, എന്ത് റെസ്പെക്ട് അഖിലിന് കൊടുക്കുന്നു, അഖിൽ അതേ സാധനത്തിന് തിരിച്ചടിക്കും. ഇപ്പൊ ഈ ചോദ്യത്തിന് തന്നെ ചിലപ്പോ അഖിൽ വേറെ ഉത്തരവും പറയണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു സിനാരിയോയില് വൈഫ് തിരിച്ച് അങ്ങോട്ട് ഭയങ്കര പ്രൊട്ടക്റ്റീവായി, അതിനെന്നെ അഖില് കളിയാക്കി, അവൾ അണ്ണം പറയുന്ന പോലെ അവൾക്കുള്ളൂ വീണ്ടും, മനസ്സിലായോ? അതായത് ആ ഭാര്യ കുറെ വട്ടം പറഞ്ഞിട്ട് പല സ്ഥലത്തും പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്, കൊത്തണ്ണനാണ് കൊത്തണ്ണൻ. എനിക്ക് അങ്ങനെ കേട്ടോ ഫീൽ ചെയ്തത്. അവര് പിന്നെ ആ CCTV ഇട്ട് അല്ലെങ്കിൽ ആ സാധനങ്ങൾ എഴുതി വെച്ചാലും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ആ വേരിയേഷൻ ഫീൽ ആയതിൽ നമുക്ക് എന്തില്ല കുറ്റം പറയാൻ പറ്റുന്ന ഒരു ഐറ്റം ഒന്നും അല്ല. ഓക്കെ, ഇനി ഈ ഇത് റിയാക്ട് ചെയ്ത കുറച്ച് പേരുണ്ട്. വഫാ ഹുസൈന്റെ വീഡിയോ ആദ്യം വെക്കാം. ഇപ്പൊ ഏത് മേഖലയിൽ ഇറങ്ങിയാലും ലക്ഷ്മി ക്രിട്ടിസൈസ് ചെയ്യോ? സിനിമ I don't know how someone like him is going to lead the entire society in that place. അതായത് സ്വന്തം പാർട്ട്ണറെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്ര ട്രിവിയൽ ആയിട്ട് കണ്ട് ഒരു വാല്യൂ കൊടുക്കാതെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സമൂഹത്തിലുള്ള ആൾക്കാരോട് എങ്ങനെയാണ് റെസ്പെക്ട് കാണിക്കുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ലീഡ് ചെയ്യാൻ പോകുന്നത്? ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ഇവരുടെ പല ഇന്റർവ്യൂസും കണ്ടു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്ന ആ വ്യക്തിക്ക് ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിലാണ് സംസാരിക്കുക. ആൻഡ് ഇത് തമാശ ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു മനുഷ്യനെ എത്രത്തോളം ഡിസ്റെസ്പെക്ട് ചെയ്യുക, അത്രത്തോളം ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് അയാൾ അതിൽ കാണിച്ചിട്ടുള്ളത്. ആൻഡ് ആ ഒരു ഹോസ്റ്റിന് വരെ അത് മനസ്സിലായി. ഇനി അടുത്തിരിക്കുന്നവർക്ക് പ്രശ്നമില്ല, പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നവരോട് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഇലക്ഷനൊക്കെ വിൻ ചെയ്തിട്ട് ഒരു സമൂഹത്തിനെ ലീഡ് ചെയ്യാൻ പോകുന്നത്? സ്വന്തം പാർട്ട്ണറെ പോലും റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത, വാല്യൂ ചെയ്യാൻ അറിയാത്ത വ്യക്തികൾ എങ്ങനെയാണ് ഒരു ജനറൽ ഓഡിയൻസ്, ഒരു പബ്ലിക്കിന് റെസ്പെക്ട് ചെയ്യുന്നത്? ഈ വഫാ ഹുസൈൻ ഒക്കെ പറയുന്ന ലൈൻ എന്ന് പറഞ്ഞാൽ ഇതിനെ നേരെ കൊണ്ടുവന്ന് രാഷ്ട്രീയത്തിലിട്ട്, അതായത് വീട്ടിൽ ഇങ്ങനെ അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണർ എങ്ങനെ. ഈ അഖിൽമാരാര് വൈഫിനെയും കുട്ടികളെയും റെസ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽ അവരുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നു, അവരുടെ ലൈഫ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു, അവരുടെ ലൈഫിൽ വന്ന ചേഞ്ച് കച്ചവടം നടത്തി ജ്യൂസ് അടിച്ച് നടന്നിരുന്ന അഖിൽമാരാര് ഫ്ലാറ്റും കാറുമായി സെറ്റിലായി, ബിഗ് ബോസ് പോലെ ഷോ പോയി വിന്നറായി, ഇവർ ഭയങ്കര പ്രൗഡായിട്ട് ലൈക്ക് എന്താ പറയുക
ഹസ്ബൻഡ് ആൻഡ് വൈഫ് മക്കൾ എന്നൊക്കെ പറഞ്ഞ് അതാണ് റെസ്പെക്ട്. അല്ലാതെ ഞാനിപ്പോൾ എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞല്ലോ കാഷ്വൽ ആയിട്ട് അഖിൽ പറഞ്ഞൊരു ഐറ്റം അതിനെ നേരെ എടുത്ത് വെച്ച് കൊണ്ടുപോയിട്ട് പൊളിറ്റിക്സിലേക്ക് ഇടുമ്പോൾ ഓക്കെ. ഞാൻ ഒരു സിനാരിയോ പറയാം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നും കൂടി രേവന്ത് റെഡ്ഡി വിഷയത്തിൽ ഡാഷ് മോനെന്നാ പറഞ്ഞു. നമ്മളെപ്പോഴും പറയാറെന്താ ഏകാധിപതിയായിട്ടുള്ള ഒരാളാണ്, ഫീലുള്ള ഒരാളാണ് എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. അയാൾ കടക്ക് പുറത്ത് മറ്റത് പറഞ്ഞ പല സാധനങ്ങളും അടിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എന്ത് കാണുന്നത്. മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇയാൾ പറഞ്ഞതും കാട്ടിയതുമായിട്ട് ഇയാളുടെ മറ്റേ എന്താ പറയാ ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ഫേസ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു മാൻഡ്രൈക്ക് മുഖവും പിന്നെ ഈ പറഞ്ഞ മുഖമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് മൂപ്പരുത്. അങ്ങനെ ഇനിയിപ്പോ കമ്മിയാള് കണ്ടിട്ടുണ്ടാവുക. ഞാൻ നമ്മളെന്ന് പറയുമ്പോൾ കമ്മിയാളെ ഞാൻ അതിൽ കൂട്ടുന്നില്ല. ഞാൻ കമ്മിയല്ലാത്തതുകൊണ്ട് ഞാൻ ആ മുഖം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇവർ പൊളിറ്റിക്സ് ആണല്ലോ പറയുന്നത്, രാഷ്ട്രം നയിക്കുന്ന ലീഡേഴ്സിനായിട്ടാണല്ലോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരായിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. സ്ഥാനാർത്ഥിയായതുകൊണ്ട് പറയാണ്. രാഷ്ട്രീയക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ എത്ര രാഷ്ട്രീയക്കാരുടെ ഈ റിയൽ ഫേസ് അല്ലാതെ റിയൽ ഫേസ് നിങ്ങൾക്ക് അറിയാം? അറിയുന്നതുകൊണ്ട് നിങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഒരു സെൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനൊക്കെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട ഒരാളാണ്. അല്ലെ വീട്ടിൽ പോയി ചോദിച്ചോ, ഭാര്യ വന്നിട്ട് ഇന്നൊന്ന് പുറത്തു കൊണ്ടുപോ, വീട്ടിൽ പോയി ചോദിച്ചോ, അങ്ങനെയൊക്കെ പറയുന്ന ഒരാളാവൂ. അങ്ങനെയൊക്കെ നോക്കുമ്പോ ഇപ്പൊ ഈ റോട്ടിലൊക്കെ ഈ മറ്റേ ബാരിക്കേഡിന്റെ അവിടെ അടി ഉണ്ടാക്കാൻ വരുന്നവരും കച്ചറ ഉണ്ടാക്കാൻ വരുന്ന കുറെ പാർട്ടിക്കാരുണ്ടാവല്ലോ. അപ്പൊ അവരൊക്കെ വീട്ടിലെങ്ങനെ അങ്ങനെയുള്ള ആൾക്കാരാണ്, വീട്ടില് ഗുണ്ടകളായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ പുറത്തിങ്ങനെ നിൽക്കുന്നത്. ഓരോ സാഹചര്യത്തെ വെച്ച് എങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഓരോരുത്തർക്ക് ബോധമുണ്ടല്ലോ, പ്രായപൂർത്തിയായവരാണല്ലോ, പിന്നെ അത്ര തന്നെ ഉള്ളൂ. അല്ല ഇതെന്താ അറിയോ, ഇത് അഖിലിനെ രാഷ്ട്രീയമായിട്ട് ഭാര്യനെ അവിടെ ഇരുത്തി കളിയാക്കി എന്നുള്ളത് അഖിലിന്റെ രാഷ്ട്രീയമായിട്ട് കൂട്ടിക്കുഴയ്ക്കുമ്പോ ഇതേ അഖില് ഭാര്യയുടെ ഡ്രീമാണ് ഇയാൾ എന്താവണം. ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് ഭാര്യ പറയുന്നത് ഹസ്ബൻഡിനെ രാഷ്ട്രീയക്കാരനായി കാണണം, രാഷ്ട്രീയക്കാരനാവണം എന്നുള്ളതൊക്കെ ആ ഭാര്യന്റെ ഡ്രീമും കൂടിയാണ്. അയാൾ അതും കൂടി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതാണ് അയാളുടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞിട്ട് അയാള് മാറി പറയണല്ലേ. ഇപ്പൊ അണ്ണ എന്ത് ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, അണ്ണൻ ചെയ്യണൊക്കെ കറക്റ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. കൊത്ത മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരു ഭാര്യ കാരണം ഭർത്താവിന് പല പണികളും വരാം. ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ അങ്ങനെ. നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്, ചേട്ടാ ഇത് രാവ് പകലെന്ന് പറഞ്ഞിട്ട് കൊത്ത മൈൻഡ് സെറ്റ് നമ്മളെന്നെ ഇഷ്ടംപോലെ വട്ടം നമ്മള് പറഞ്ഞിട്ടുണ്ട്. ഭർത്താവിനാണ് ബ്ലെയിം. അത് ഭർത്താവ് ഇത് വിചാരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് അവർക്ക് അങ്ങനെ ഇരിക്കാനാണ്. അതിനുമ്പോ ഭർത്താവ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. സാഹചര്യങ്ങളും അല്ല നേരെ മറിച്ച് വേറെ ഉണ്ട്. ചില ഭർത്താക്കന്മാർ അത് യൂസ് ചെയ്യുന്നവരുണ്ട്, കൊത്തയാക്കി ഇരുത്തുന്നവരുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ഓക്കെ, കൊത്ത മൈൻഡ് സെറ്റിൽ അടിച്ചിരുത്തവരുടെ കാര്യം ഓക്കെയാണ്. ഈ സാധനം കാഷ്വലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇത് കാഷ്വൽ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് കാഷ്വൽ ആയിട്ട് എടുക്കാനാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. കാരണം അഖിലിന് ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ട് ഒരു മാറ്റർ സംസാരിക്കുകയാണ്. ഇനി നിങ്ങൾ പോയിട്ട് അഖിലിന്റെ വൈഫിനെ അഖിലിന്റെ മുന്നിൽ നിന്ന് ചൊറിഞ്ഞു നോക്ക്, വലിച്ചു കയറി പേസ്റ്റ് ആക്കി ഭിത്തിയിൽ ഒട്ടിച്ചു വിടും. അല്ല നിങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട് കളിയാക്കൂ, ഒരിക്കലും ചെയ്യൂല. അത് അങ്ങനത്തെ ഒരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയില്ല. അവിടെ ഒരു ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ അഖിലിനൊരു മേജർ ഹെയ്റ്റ് അല്ലെങ്കിൽ ഇപ്പൊ വഫയെപ്പോലുള്ളവരൊക്കെ ആ ഒരു എനിക്കറിയില്ല, അവർക്ക് ചിലപ്പോൾ ലൈഫിൽ ഇങ്ങനത്തെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അതായത് ഈ ആണുങ്ങൾ എന്ന് പറയുന്നതിനോടൊരു ഞാൻ ഒഫൻസായിട്ട് അങ്ങനെ ഭയങ്കര ഇതായിട്ട് അവരെ തള്ളി പറയുന്നല്ല. അവര് ഇങ്ങനത്തെ റീൽസ് ഇടുന്ന കുറേ ആളുകൾ ആണുങ്ങളെ കാണുന്നത് തന്നെ എങ്ങനെ അറിയോ, ഒരുമാതിരി അവർക്ക് ആണുങ്ങളോട് ചെറിയൊരു ദേഷ്യമുണ്ട്. മേ ബി ലൈഫിൽ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കാരണമായിരിക്കും, സാഹചര്യങ്ങൾ കാരണമായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട എല്ലാ ആണുങ്ങളും അങ്ങനെയല്ല. എല്ലാ ആണുങ്ങളും അങ്ങനെ ആവാൻ പറ്റൂ? എല്ലാ ആണുങ്ങളൊന്നും അങ്ങനെയല്ല. എല്ലാ പെണ്ണുങ്ങളും ഒരേപോലെയല്ല. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സൊസൈറ്റിക്ക് ഇതേപോലെ മ്യൂച്വൽ റെസ്പെക്ട് പഠിപ്പിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഭാര്യ ഭർത്താവിനെ ഭർത്താവ് ഭാര്യയെ അത് രണ്ടും നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റണം. പക്ഷെ നിങ്ങളൊക്കെ പറയുന്നത് എപ്പോഴും എന്താ അറിയോ, ഭർത്താവ് ഭാര്യയെ റെസ്പെക്ട് ചെയ്യണം, ഭർത്താവ് ഭാര്യയെ കളിയാക്കും. ആണിന്റെ കുറ്റം മാത്രം എടുത്തു വെച്ച് പറയാൻ നിൽക്കല്ലേ, മനസ്സിലായില്ലേ? അതിനകത്ത് രണ്ടും ഉണ്ട്. അത് രണ്ട് ഭാഗമായി. ഞാൻ പറയുമ്പോൾ ഈ ഭാഗം എന്തായാലും സംസാരിക്കാത്ത ഷീ ഓപ്റ്റ് ടു ബി ലൈക്ക് എന്താ പറയാ, ക്യാമറയ്ക്ക് മുന്നിലും പബ്ലിക്കിന്റെ മുന്നിലും ഒരു കുലസ്ത്രീ ആയിട്ട് ജീവിക്കാൻ ഓപ്റ്റ് ചെയ്ത് സംസാരിച്ച് ആ രീതിയിൽ പോർട്രേറ്റ് ചെയ്യുന്ന ഒരു ലേഡിയാണ് അവരെന്നുള്ളത് അവരുടെ തെറ്റല്ലേ? അപ്പൊ അവരല്ലേ പറയണ്ടേ? അത് തെറ്റെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല ഇവരുടെ കണ്ണിൽ അതാണ് തെറ്റ്.
ഇവരുടെ കണ്ണിൽ അത് തെറ്റാണ്. കാരണം വളർന്നു വരുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള കുട്ടികളുടെ മുന്നിൽ, സൊസൈറ്റിയുടെ മുന്നിൽ ഇനിയും നിങ്ങൾ ഇപ്പൊ അടിമ പോലെ ജീവിക്കാൻ നിങ്ങളെ അമ്മയും നിങ്ങളുടെ അമ്മയുടെ അമ്മയും ബാക്കിയുള്ള വീട്ടിലെ പെൺകുട്ടികളും വളർന്ന സാഹചര്യത്തിൽ അടുത്തൊരു തലമുറയെ വളർത്തണോ എന്നുള്ള ആ ഒരു അടിമ കൺസെപ്റ്റ് മാറാനാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അഖിലിനെ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പറയേണ്ടത് ആരെയാ? അതെ, എന്തുകൊണ്ട് ലക്ഷ്മി പ്രതികരിച്ചില്ല എന്നുള്ള സാധനം കൂടി അതാ ചോദിക്കേണ്ടത്. നിങ്ങൾ ചോദിക്കേണ്ടത് ലക്ഷ്മിയാണ് നിങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ലക്ഷ്മിയോടാ നിങ്ങൾ കാര്യങ്ങൾ ചോദിക്കേണ്ടേ, അവരോടാ പറയണ്ടേ. അല്ല അതിന് പകരം ഞാൻ പറഞ്ഞല്ലോ, ആ ഫൺ എലമെന്റ് ലൈഫിൽ വെച്ച് കൊണ്ട് നടക്കുന്ന ആൾക്കാർ. ഇപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു ഫൺ എലമെന്റ് ലൈഫിൽ കൊണ്ട് വെച്ച് നടക്കുന്ന ആളാണ്. ഞാൻ ചിലപ്പോൾ ഉള്ളോട് പറയും ഓടി എന്നൊക്കെ പറയും, തിരിച്ചു കിട്ടാറുണ്ട്. പിന്നെ ഞാൻ പട്ടി മാതിരി മൂങ്ങി പോവാറുണ്ട്, പിന്നെ മൂങ്ങിക്കാറുണ്ട്. അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല. എനിക്ക് വന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ സോറി പറയില്ല, സോറി പറയില്ല. എന്തെങ്കിലും അടി ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ സോറി പറയില്ല, ഞാൻ എന്റെ കാല് പിടിപ്പിക്കും. നടത്താറുണ്ട്. ചില സമയത്തുണ്ടല്ലോ ദേഷ്യം വരും മനുഷ്യന്. പിന്നല്ലേ ദേഷ്യം വരാതിരിക്കും. കാല് പിടിക്കണ അപ്പൊ നമ്മളിങ്ങനെ ക്യാമറയുടെ മുന്നിൽ നമ്മളിങ്ങനെ അഭിനയിച്ച് അയ്യോ ഭർത്താവേ സുഖം എന്നൊക്കെ പറയും. പക്ഷെ റിയൽ ലൈഫിൽ ഞങ്ങൾ ഇങ്ങനെയല്ല. അങ്ങനെ അപ്പൊ പറഞ്ഞിട്ടുള്ളത് അയ്യോ ഭർത്താവേന്ന്. ആ ബിഗ് ബോസ് കണ്ടപ്പോ നാട്ടുകാർ കണ്ടിരിക്കുന്നു ഇന്നെടുത്തിട്ട് വരട്ടുന്നത്. ഓളെ വർത്താനം കളി കളിച്ചിട്ടാണല്ലോ, അല്ലാതെ നല്ല വെറുതെ നല്ലോ അല്ല. ഇപ്പൊ ഇവരെ പോലെ അഖിൽമാരാരെ വൈഫിനെ പോലെ ഒരു മെന്റാലിറ്റി ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും ഈ ഇതുപോലെ ചെയ്യില്ല. അവര് വീഡിയോയുടെ അകത്തിരുന്നിട്ട് മാക്സിമം അത് സപ്പോർട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനേ നോക്കും. ഞാൻ പറയുന്നത് എന്താ പറയുക, ഇവിടെ കൂടുതലായിട്ട് അഖിലിലേക്കും അല്ലെങ്കിൽ അഖിൽമാരാരെന്ന് പറഞ്ഞ ആണ് ആ ഒരു ഹസ്ബൻഡ് ആണിന്റെ മറ്റേ ആറ്റിറ്റ്യൂഡ്, ആണിന്റെ ഭരണം അല്ലെങ്കിൽ ആണിന്റെ ഡോമിനൻസ്, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തിരിച്ച് അത് ഇത് പറഞ്ഞു കൊടുക്കുക. അതായത് വൈഫിന്റെ സൈഡിൽ നിന്നുള്ള സാധനം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സൊസൈറ്റി, അത് നിങ്ങൾ വൈഫിനോട് പറയുമ്പോഴാണ് പിന്നെ കുറച്ച് പെൺകുട്ടികൾ കേൾക്കുക. ഇത് അഖിലിനോട് പറയുമ്പോ കേൾക്കുന്ന ആരാ? ഇന്ന പോലുള്ള ആണുങ്ങളാണ് ഇത് കേൾക്കുന്നത്. ഞങ്ങൾ കേട്ടിട്ടൊരു കാര്യം ഇതിനകത്തില്ല. കാരണം എന്താ പറയാ, നമ്മൾ കേട്ടിട്ട് കാര്യമില്ല. കാരണം നമുക്ക് കേട്ട് കഴിഞ്ഞപ്പോ അഖിലിനെ കാണുന്നു, കേൾക്കുന്നു, നമ്മൾ പോകുന്നു. പക്ഷെ അതിന് മാറ്റം കൊണ്ടുവരേണ്ടത് ആരാ? പെൺകുട്ടികളാണ്. മനസ്സിലായില്ല? പെൺകുട്ടികൾക്കാണ് ഇത് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുക, പെൺകുട്ടികളെയാണ് ഇത് കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. ഏത് രീതിയിൽ? ഇതുപോലെ മെന്റാലിറ്റിയിലേക്ക് പോകരുത് എന്നുള്ള ചിന്തയിലാണ് നിങ്ങളത് പറഞ്ഞു കൊടുക്കാനാണ് നിങ്ങൾ റീൽസ് ഇടുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലെ സംസാരിച്ച് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് സ്ട്രെസ് ചെയ്ത് പറയണം, അത് കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയണം. അല്ലാത്ത പക്ഷം എനിക്ക് തോന്നുന്നില്ല ഇത് ചുമ്മാ അഖിലിനെ അടിക്കാൻ ഒരു ടൂള് പോലെ, അല്ലെങ്കിൽ ആണുങ്ങളെ അടിക്കാൻ ഒരു ടൂള് പോലെ സ്ഥാനാർത്ഥിയും കൂടി സാധനം കൂടി വന്നപ്പോ കൂട്ടിക്കുഴച്ചതാണ്. രാഷ്ട്രീയം കൂടി വന്നപ്പോ അതായത് ആണിനെ അടിക്കണം, അത് ആണുങ്ങളെ ഒന്ന് കൊട്ടണം. മനസ്സിലായില്ലേ? ശരിക്കും ലക്ഷ്മിനെയാണ് പറയേണ്ടത്. കാരണം ലക്ഷ്മിനെ പറയേണ്ട കാര്യമൊന്നുമില്ല, കാരണം അത് ഓരോരുത്തർ ഓപ്റ്റ് ചെയ്ത സാധനങ്ങളാണ്. ഇവരെ പറയുമ്പോഴേ ഇതിലേക്കുമ്പോ ലക്ഷ്മിനെയാണ് പറയേണ്ടത്. ലക്ഷ്മിയെയാണ് കറക്റ്റ് ചെയ്ത്. നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യണത്? നിങ്ങൾ എന്താ ഭർത്താവിന്റെ അടിമയാണോ എന്നൊക്കെ ചോദ്യം ചെയ്യണ്ടേ? അതൊന്നും ചെയ്യണില്ലല്ലോ. എന്താ ഞാൻ കുറച്ചു കാലം ഭയങ്കര ടോക്സിക് ആയിരുന്നു. ഞാൻ അടിമ പോലെ വെച്ച് അല്ല സീരിയസ് ആയിട്ട് പിന്നെ മാറിയിട്ടാ. നമ്മള് ചെറുപ്പത്തിൽ നമ്മളെ മൈൻഡൊക്കെ നമ്മളെ വേറെ ലോകത്തും, പക്ഷെ പിന്നെ പ്രായം കൂടി ഇവള് ഞാൻ അങ്ങനെ പറയും, സ്നേഹ അത് പോവാൻ പാടില്ല, സ്നേഹ പോവാൻ പാടില്ല. ഞാൻ പോയ എനക്ക് എന്താണ് അപ്പൊ ഞാനത് കേട്ടിട്ട് ആണോ ശരി. പണ്ട് നമ്മള് ഭയങ്കര ടോക്സിക്, ഞാനല്ല സായി, അത് എന്നോട് എങ്ങനെയും അങ്ങനെ ഞാൻ ടോക്സിക് പണ്ടല്ല, ഞാൻ ഇപ്പോഴും ടോക്സിക്കൽ വരുന്നുണ്ടാവുക. പണ്ട് ഞാൻ വാവയുന്നു, ഇപ്പൊ ഞാൻ ഭയങ്കര ടോക്സിക്കാണ്. ഞാൻ അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ അതിൽ ഇടാ പറഞ്ഞാൽ പോടാന്നല്ലേ പറയുള്ളൂ. കാരണം പണ്ടത്തെ നമ്മള് ജീവിതാനുഭവങ്ങളോട് നമ്മൾ പഠിച്ചു, സ്ട്രോങ് ആയി, അതാ ഉണ്ടായത്. പിന്നെ ഇമാതിരി സാധനത്തിനെ കൊണ്ട് നടക്കണ്ടേ. പിന്നെ പെൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ആണുങ്ങൾ ടോക്സിക് ആണ്, ഹസ്ബൻഡ്സ് ടോക്സിക് ആണ്, അല്ലെങ്കിൽ ഹസ്ബൻഡ്സ് ഡോമിനേറ്റിംഗ് ആന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹസ്ബൻഡിന്റെ കയ്യിൽ നിന്ന് ഈ ഭാര്യമാരെ രക്ഷിക്കാൻ വരുന്ന ഇങ്ങനത്തെ പ്രോഗ്രസീവ് ചേച്ചിമാരോട് അങ്ങനത്തെ ഭാര്യമാരെ നിങ്ങൾ അവരെ വീട്ടുകാരെ ഇന്നുകൂടി രക്ഷിക്കാൻ നോക്കണം. സ്കോർ ചെയ്ത് ഇത് ഒരു കട്ടിങ്ങും ഇല്ല. ഇവരൊക്കെ വിചാരം പറയാം ആണുങ്ങളാണ് ഇങ്ങനെ ആക്കുന്നത്. ആണുങ്ങൾക്ക് ഒരു പങ്കുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അവരുടെ പാരന്റ്സിന് ഒരു പങ്കുണ്ട്. ആ കുട്ടികൾ അങ്ങനെ ആവണേന് എന്താ സംശയമുള്ളത്? ആണങ്ങനെ ആവണേന് ആണിന്റെ പാരന്റ്സിനും പങ്കുണ്ട്, പെണ്ണങ്ങനെ ആവണേന് പെണ്ണിന്റെ പാരന്റ്സിനും പങ്കുണ്ട്. ഒരു സാഹചര്യം കഴിഞ്ഞാൽ സൊസൈറ്റി മാറുന്നത് അറിയാത്ത പാരന്റ്സ് ആണെങ്കിൽ വായും പൊത്തിയും ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ മക്കള് പറയുന്നത് അവരത് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മക്കള്
ഓക്കെ കറക്റ്റ് ചെയ്യാനുള്ള സമയത്ത് മാത്രം കയറി കറക്റ്റ് ചെയ്യുക. അല്ലാതെ അവർ ജീവിച്ച സാഹചര്യത്തിൽ തന്നെ അവരുടെ മക്കളും വളരണം, അതുപോലെ ബിഹേവ് ചെയ്യണം, അതുപോലെ ആൾക്കാരുണ്ട്. അപ്പൊ അതൊരു സാധനം. കാലം മാറുമ്പോ കോലം മാറണം തന്നെ കറക്റ്റ് ആണ്. കാലം മാറുമ്പോൾ കോലവും മാറണം. കാലം മാറുന്നതിനനുസരിച്ച് മക്കളിൽ വരുന്ന മാറ്റങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാനും കൂടി പറ്റണം. അല്ലാതെ ഞങ്ങൾ വളർന്ന സാഹചര്യം ഇതാണ്, ഞാൻ ഇന്ന ഭക്ഷണം കഴിച്ചാൽ വളർന്നത്, അപ്പൊ ഈ അത് കഴിച്ചാൽ മതി. ഞാൻ ഇന്ന ഡ്രസ്സായിട്ടാ വളർന്നത്, അപ്പൊ ഈ അത് ചെയ്താൽ മതി. ഞാൻ ഇന്ന അമ്പലത്തിലാണ് പോകുന്നത്, അപ്പൊ ഈ ആ അമ്പലത്തിൽ പോയാൽ മതി. ഈ ഇന്നത് പറഞ്ഞാൽ മതി, ഈ ഇന്നത് ചെയ്താൽ മതി. ഇങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. ആ മാറ്റിയേ പറ്റൂ, അല്ലടാ മാറ്റിയേ പറ്റൂ. അല്ലാതെ പിന്നെ എല്ലാം കൂടി കൊടുന്നിട്ട് ഹസ്ബൻഡിന്റെ തലയിൽ, ആണിന്റെ തലയിൽ അങ്ങനെയല്ല. ആണോ അത് കറക്റ്റ് ആണ്. ആണോ ഒറ്റയ്ക്കല്ലല്ലോ ജനിച്ച് വളർന്ന് ജീവിക്കുന്നത്, ഒറ്റയ്ക്കല്ലല്ലോ വീട്ടുകാരും സാഹചര്യങ്ങളും പെണ്ണാണെങ്കിലും ഒക്കെ ആ സാഹചര്യങ്ങളുണ്ട്. കൂടുതലായിട്ട് പെൺകുട്ടികൾ ഇതേപോലത്തെ എന്താ പറയാ കുലസ്ത്രീ കൺസെപ്റ്റിക്ക് പോകുന്നത് മെജോറിറ്റി പെൺകുട്ടികളെ അവരെ വീട്ടിലെ അമ്മമാര് പറഞ്ഞു ഉള്ള കാര്യം പറയാം. 99% ഈ അമ്മമാരാ പറഞ്ഞു കൊടുക്കുക, മോളെ ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയിട്ട് അങ്ങനെ പറയരുതട്ടോ, നാലാളെ മുന്നിൽ ഹസ്ബൻഡ് അങ്ങനെ പറയരുതട്ടോ. ഇപ്പൊ കൊറേ ഇത് കണ്ടിട്ടില്ലേ റീൽസിലും മറ്റേ പണ്ടത്തെ സിനിമകളിലുള്ള സാധനങ്ങൾ ഇപ്പൊ വരുമ്പോ സിനിമ ഒന്നും വേണ്ട. അന്ന് അത് വിശ്വസിച്ച മമ്മി എന്താ എനിക്ക് പറഞ്ഞില്ല, സായിനെ പറയരുതട്ടോ, സായിനെ കാണിക്കരുതട്ടോ, സായി അങ്ങനെ പറയുമ്പോ സായിന്റെ മുന്നിൽ ഇങ്ങനെ ഡ്രസ് ചെയ്തിട്ടോ, സായി ഒന്നും കേൾക്കില്ല, ഈ ആള് സുഖമായി ജീവിക്കണല്ലേ, അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു കുഴപ്പമില്ല. കുഴപ്പമില്ലല്ലോ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അടുത്ത ടോപ്പിക്കിൽ ബാക്കി പറയാം. പിന്നെ ഞാൻ അടുത്തത് ഇപ്പൊ ഏത് മേഖലയിൽ ഇറങ്ങിയാലും ലക്ഷ്മി ക്രിട്ടിസൈസ് ചെയ്യോ? സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും എന്തെങ്കിലും അറിയണ്ടേ? അങ്ങനെ അങ്ങ് പറയാം. ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ പിന്നെ അറിയാം. എന്നാലും ഒരു ഭർത്താവ് ചെയ്യില്ലേ മോളെ? ചേച്ചി ചുമ്മാ വായി തോന്നിയ ഒരു അഭിപ്രായം. Actually, there are a lot of husbands who think talking like this about their wife somehow make them look cool or funny, but it doesn't. Yeah, the reality is your partner is a reflection of your own standard. So by insulting them, you're not exposing them, you are exposing your own standard. Yeah, because that is the person you chose. So insulting them is like insulting yourself. But എനിക്ക് മനസ്സിലാത്തൊരു കാര്യം, how are women okay with it? Do they really find it funny, or are they trying not to embarrass their husbands? The real question is, what can we really expect from a person who can't even respect their own partner? അതായത് ഹസ്ബൻഡിനെ എംപാരസ് ചെയ്യണ്ട എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണെന്നുള്ളത്, അതും ആ പോയിന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ഹസ്ബൻഡ് ആണെങ്കിലും അച്ഛനാണെങ്കിലും ഫ്രണ്ട് ആണെങ്കിലും ആരാണെങ്കിലും അങ്ങനെ ഒരു എംപാരസ്മെന്റ് സഹിച്ചിരിക്കണ്ട എന്നുള്ളൊരു പോയിന്റ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്താ റിഫ്ലക്ഷന്റെ കാര്യം പറഞ്ഞാൽ നമ്മളത് വിചാരിക്കണ്ട, എവരി ഇൻഡിവിജ്വൽ ആസ് എ ഡിഫറെന്റ് പേഴ്സണാലിറ്റി അല്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരും ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. അവര് അത് ഒരാള് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങോട്ട് പെരുമാറുന്ന പോലെ തിരിച്ചു പെരുമാറുള്ളൂ എന്നുള്ള സംഭവമൊക്കെ വരും. അപ്പോ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്, പക്ഷെ അത് അങ്ങനെയൊക്കെ തോന്നുന്നില്ല അങ്ങനെ ഒരു കാര്യമാണല്ലോ. കാരണം നമുക്ക് നമ്മുടെ സ്വഭാവം ഞാൻ എന്താ എങ്ങനെയാന്നുള്ളത് സ്നേഹയിൽ റിഫ്ലക്ട് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ മുകളിൽ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആണ്. ഈ എന്റെ എല്ലാം എനിക്ക് റിഫ്ലക്ട് ആവുക എന്നുണ്ടെങ്കിൽ, അല്ല എന്റെ പരിപാടികളൊന്നുമല്ല മൊത്തത്തില് കൺഫ്യൂഷൻ അല്ല. ഇവര് പറഞ്ഞത് എന്താ, ഞാൻ എങ്ങനെയാന്നുള്ളത്, ഹൗ ഐ ബിഹേവ് ടു യു, ഹൗ ഐ മൈസെൽഫ്, ഞാൻ എങ്ങനെയാന്നുള്ളത് ഞാൻ എന്റെ മുകളിൽ ഒരു ഇമ്പാക്ട് വെച്ച് കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ആവും. ഇമ്പാക്ട് വെക്കേണ്ട കാര്യമില്ലല്ലോ. യു ആർ എൻ ഇൻഡിവിജ്വൽ, ഐ എം എൻ ഇൻഡിവിജ്വൽ. കല്യാണം കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് ആ ഇൻഡിവിജ്വൽ സാധനം നമ്മൾ രണ്ടുപേരും മാറ്റി വെച്ച് പോകേണ്ട കാര്യമുണ്ടോ? ഓക്കെ, അസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഇല്ല എന്ന് പറയുന്നില്ല. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഭാര്യ ആ ലേഡിക്ക് അവരുടേതായിട്ടുള്ള ഫ്രീഡം, എനിക്ക് ഇന്റേതായിട്ടുള്ള ഫ്രീഡം. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഇപ്പോഴത്തെ പ്രോഗ്രസീവ് മൈൻഡിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഒരാളും വേറൊരാളുടെ കാര്യത്തിൽ ഇടപെടാതെ നമ്മള് കാഷ്വലായിട്ട് പെരുമാറുക, അല്ലാതെ ഈ ഒരു പെരുമാറ്റത്തിൽ തന്നെ നമ്മൾ പ്രതിഫലിക്കാന്നുള്ളൊന്നുമില്ല. വേറെ സീനുണ്ട്. ഞാൻ ഈ അഖിൽമാരാർ ഇവരെ വിഷയത്തിൽ സംസാരിച്ച് കുറെ പ്രോഗ്രസീവ് തോട്ട്സ് ഉള്ള അൾട്രാ പ്രോഗ്രസീവ് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളെ ഞാൻ കാണുമ്പോൾ ഞാൻ എന്താ പറയുക, അവരൊക്കെ ലോസ്റ്റ് ആണ്. അവർ രണ്ട് വഴിക്ക് പോയ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാർ ലോസ്റ്റ് ആണ്. ഉള്ള കാര്യം പറയാലോ, അവര് കംപ്ലീറ്റ്ലി വാനിഷ്ഡ് ആണ്. അവർക്ക് ലൈഫിലൊരു സന്തോഷം ഇല്ലാത്ത രീതിയിലുള്ള ഒരു തരം അപ്പിയറൻസ്, സംസാര രീതി, ഫണ്ണില്ലാത്തൊരു മുഖം, ചിരിയില്ലാത്തൊരു മുഖം. ദേ ആർ നോട്ട് എന്താ പറയുക ഹാപ്പി എന്നുള്ളത് അവരുടെ ആ ഒരു, നിങ്ങളെന്താ പറയുക പ്രോഗ്രസീവ് ആവണം. ഇപ്പം ഞാൻ പ്രോഗ്രസീവ് ആവാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഞാൻ എപ്പോഴും പറയും ഞാൻ പ്രോഗ്രസീവ് അല്ല, ശ്രമിക്കുന്ന ഒരാളാണ്, സ്നേഹം ശ്രമിക്കുന്ന ഒരാളാണ്. നമ്മൾ ഓരോ ഇൻഡിവിജ്വലും പ്രോഗ്രസീവ് ആവാൻ ശ്രമിക്കണം. അത് നമ്മളെ ചുറ്റുപാടും നമ്മൾക്ക് ഓക്കെ ആണെങ്കിൽ, നമ്മൾ ഓക്കെ ആണെങ്കിൽ, നമ്മളെ ചുറ്റുമുള്ളവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് വെച്ച് എന്ത് ചെയ്യണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പ്രോഗ്രസീവ് ആവണം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊക്കെ ഭയങ്കര ടോക്സിക് ആയിരുന്നു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
പ്രോഗ്രസീവ് ആവാൻ നോക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്വത കുറവെന്ന് പറയാ, പ്രായത്തിന്റേതാണ്, എക്സ്പീരിയൻസ്, ലൈഫ് സ്റ്റൈൽ എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസിന്റെ കുറവെന്ന് പറയാം. അങ്ങനെയൊക്കെ പറ്റും. ഇന്നത്തെ പ്രശ്നം ഇത് എഴുതി വെച്ച പോലെ ചിലര് ജീവിക്കുന്നത് എഴുതി വെച്ച പോലെയാണ്. കല്യാണം കഴിക്കുമ്പോ തന്നെ ഞാൻ അങ്ങനെയല്ല, I am a progressive guy, you are a progressive lady, so we have a mutual this thing, okay? Sneha, you please go and take that coffee. അതായത് ഭയങ്കര ഫോർമലാണ്. അങ്ങനെ you go and take your coffee. അതായത് ഭയങ്കര ഫോർമലാണ്. വിളിക്കുമ്പോ തന്നെ മറ്റേ ഞാൻ സീരിയസ് ആയി പറയാം, എടി വാടി പോടി പട്ടി തെണ്ടി എന്നൊക്കെ ഉള്ളതൊക്കെ വരും. ഒന്നും വരാതിരിക്കുന്നില്ല, മനസ്സിലായോ? ചിലപ്പോ ഇതുപോലുള്ള ചില ഐറ്റങ്ങളൊക്കെ വരും, ചിലപ്പോ അതൊക്കെ കിട്ടും. ഇത് തലക്കി പിടിച്ച് കുത്തിയത് ഞാൻ വെറുതെ കാണിച്ചല്ലോ. നമുക്ക് വാച്ചട്ടോ കുത്തു ഞാൻ. ഇതൊക്കെ വരും, ഇതൊക്കെ വരും. ഉള്ള കാര്യം പറയാം, ഇതൊക്കെ വരും. എന്താ പറയാ, ഇതൊക്കെ വരും. സത്യം പറഞ്ഞ എന്നും അടി ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. കാണുന്ന കുറെ ആൾക്കാർ. അല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത് നമ്മുടെ ആ ഒരു ബോണ്ടില് നമ്മളെ എവിടെയും ഒരു പ്രശ്നം വന്നിട്ടില്ല. നമ്മൾ അടി ഉണ്ടാക്കും, പാച്ചപ്പാവും, അടി ഉണ്ടാക്കും, പാച്ചപ്പാവും. അത് കഴിഞ്ഞ അത് അങ്ങനെ പോകും. ഒന്ന് ഇനി ഞാൻ ചുറ്റുപാട് നമ്മൾ കാണുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ. ചിലപ്പോ ഒരു സിറ്റുവേഷനിൽ എന്താ ജിമ്മിക്കൊന്നും പോകുന്ന നടക്കുന്നല്ലോ 9 മണി, അതായത് ആ മുടി കിടന്ന് അയ്യോ മുടിയാണോ വലുത് ആണ് പറയൂ ബ്യൂട്ടി കോൺഷ്യസ് പറയൂ. ലിപ്സ്റ്റിക് വേണം, മുടി കറക്റ്റ് ആവണം, ലൈറ്റ് പുറത്ത് മുഖത്തിരിക്കണം. ഇവരോടൊക്കെ നിങ്ങൾ എന്ത് പറയും? പ്രോഗ്രസീവ് ഫെമിനിസം. ഞാൻ കുറച്ച് ഫെമിനിസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടോ? ഫെമിനിസ്റ്റ് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു സ്യൂഡോ അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല. എന്ത് ഒരു സ്യൂഡോ തേങ്ങല്ലടാ പൊട്ട. അതാണ് സ്യൂഡോന്റെ അർത്ഥം പറയൂ. നമ്മള് സ്യൂഡോ സയൻസ്, സ്യൂഡോ ഫെമിനിസ്റ്റ്, ഫേക്ക്, ബേസിക്കലി അതാണ് സാധനം. കറക്റ്റ് അല്ലാത്ത, റോങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത. ഞാനൊരു പക്ക ഫെമിനിസ്റ്റ് പറഞ്ഞു. ഫെമിനിസം പറഞ്ഞ പ്ലീസ് ഗിവ് മീ ദ മീനിങ് ഓഫ് സ്യൂഡോ. പറടാ എന്താ കിട്ടിയ മീനിങ്, എന്താ കിട്ടിയ സ്യൂഡോ? ഇത് നല്ല പറഞ്ഞ എനിക്കിങ്ങനെ അറിയാന്ന് പറഞ്ഞത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇത്രയും കൊല്ലം ബാംഗ്ലൂർ ഒരു കോർപ്പറേറ്റിൽ പണിയെടുക്കണേ, 24 മണിക്കൂർ ഇയർഫോണും വെച്ച് ഇംഗ്ലീഷും സംസാരിക്കുന്ന ആൾക്ക് സ്യൂഡോന്റെ അർത്ഥം അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്യൂഡോ സയൻസ് കേട്ടിട്ടുണ്ട്. ആ പ്രത്യേകിച്ച് ഒരു വാക്കിന് എന്താ അർത്ഥം എന്നാ ചോദിച്ചത്, എനിക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ഇത് പറയാനല്ല ഇതിലൊരു ഇരിക്കുന്നത്. യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെയർമാൻ. എന്തേ പോയി ചോദിക്കണോ? കാശ് കൊടുത്ത് മേടിച്ചാണ്. മാർക്ക് എഴുതി ഫസ്റ്റ് ക്ലാസ് ഒപ്പിട്ടതാണ് ചെയർമാൻ. പറയാനല്ലോ നമ്മള് വന്നത്. അപ്പൊ അഖിൽമാരുടെ കേസും വൈഫിന്റെ കേസും ഞാൻ പറഞ്ഞു, അവിടെ ഒരു 50-50 സാധനമാണ്. എനിക്ക് 50-നേക്കാൾ ഉപരി ഒരു 75-25 ആണ് എനിക്ക് ഫീൽ ആയത്. അതായത് അഖിൽമാരാര് കാഷ്വലി വൈഫാണെങ്കിലും അവര് തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ടല്ലോ. അതിപ്പോ ക്യാമറേന്റെ മുന്നിൽ വന്നിരുന്ന് ഒരു ഷോ ആണ്, ഞാൻ എന്റെ വൈഫിനെ റെസ്പെക്ട് ചെയ്യട്ടെ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. ഇപ്പൊ ഞങ്ങള് പ്രോഗ്രസീവായി ചിന്തിക്കുന്ന ആൾക്കാർ നമുക്ക് അറിയുന്ന ആൾക്കാരാണല്ലോ. നമുക്ക് കുറെ അങ്ങോട്ട് 2 വഴിക്ക് പോയ ആൾക്കാരൊക്കെ ഉണ്ട്. സിംഗിൾ ലൈഫ് ഉള്ളവരും കൂടുതലുണ്ടാവുക. അതല്ല ഞാൻ പറഞ്ഞത്, ആ പ്രോഗ്രാമിന് പോകുമ്പോ അഖിലിന് ഇങ്ങനെ ചിന്തിക്കാം, ഒരു പ്രോഗ്രാമാണ്, ഞാൻ എന്റെ വൈഫിനൊന്നും പറയാതിരിക്കട്ടെ. അയാൾ എങ്ങനെയാണോ റിയൽ ലൈഫിൽ അതുപോലെ തന്നെ ബിഹേവ് ചെയ്തു. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് റിയൽ ലൈഫിൽ ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് ചെയ്തു ഞാൻ അണ്ണനെ പറഞ്ഞ സൊസൈറ്റി എന്നെ ധിക്കാരിയായ ഭാര്യയായിട്ടോ സ്ത്രീയായിട്ടോ കാണുന്നുള്ള പേടിക്ക് അവരും ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ബേസിക്കലി ഈ പറയുന്നവര് ഞാൻ പറയുമ്പോ അഖിലിനെ ഫോക്കസ് ചെയ്ത് യു ഫോക്കസ് ഓൺ ഹെർ ആറ്റിറ്റ്യൂഡ്. ആ സാധനം ഫോക്കസ് ചെയ്ത് നിങ്ങൾ അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും അഖിലിന്റെ വൈഫിനെ പോയി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. യു ക്യാൻ കറക്റ്റ്
ചെറിയ കുട്ടികൾ, വളരുന്ന കുട്ടികളെ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അവരോട് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെയല്ല, നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ പ്രതികരിക്കണം, നിങ്ങൾക്ക് ഫ്രീഡം വേണം, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാൻ പറ്റണം എന്നൊക്കെ, അതൊക്കെ നിങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുക. അല്ലാതെ അല്ലേ തോന്നിയപ്പോ നമ്മൾ ആദ്യം കണ്ടപ്പോ നമ്മൾ വിചാരിച്ചത്, നമ്മൾ ആദ്യം 1-2 വട്ടം കണ്ടപ്പോ നമ്മൾ വിചാരിച്ചത് ഇതെന്താ ഇവർ ഇങ്ങനെ പറയുന്നത്. പക്ഷെ പറഞ്ഞത് കറക്റ്റ്, ഭാര്യനോട് പറഞ്ഞു കൊടുക്കേണ്ട സാധനം ഇപ്പൊ പറഞ്ഞു കൊടുക്കണ്ടല്ല, അവരവരുടെ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവരുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഭാര്യനെ പറഞ്ഞു കൊടുക്കേണ്ടത്. പിന്നെ ഇവരുടെ ജീവിതം നല്ല ഹാപ്പി ആയിട്ടും എൻജോയ് ചെയ്തിട്ട് നല്ല ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്ന ആൾക്കാർ, അവർക്ക് ഒരു വിഷയമില്ല. അവർക്ക് അതെ, എവിടെയെങ്കിലും എവിടെ നമ്മൾ പറയുന്നതും കണ്ടിട്ടില്ല. ഇപ്പൊ ഈ CCTV സാധനങ്ങളൊക്കെ അത് പറയുന്നതോ ഞാൻ പറയട്ടെ, ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു സെപ്പറേറ്റ് ആയി പോയ സിറ്റുവേഷൻസ് ഉണ്ട്, ഡിവോഴ്സ് വരാറുണ്ട്, സെപ്പറേഷൻസ് വരാറുണ്ട്. അതൊക്കെ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ട് മാത്രം കണ്ടാൽ മതി. അല്ലാതെ അതൊന്നും എന്താ വേണ്ട, ഒരു എൻഡ് ആയിട്ടൊന്നും കാണണ്ട, എൻഡ് ആയിട്ടൊന്നും ചാവണം പോയിട്ട് എല്ലാവരും. അതെ, പിന്നെ ഈ ലോകത്തെ ഡിവോഴ്സ് പറഞ്ഞ വാക്കും ഈ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഡിവോഴ്സ് അല്ല, സെപ്പറേറ്റ് ആയി ഡിവോഴ്സ് ആയി പുതിയ ബിഗിനിങ്ങിക്ക് പോയി. അല്ലാതെ പിന്നെ അതിന്റെ മുകളിൽ പിന്നെ പോയിന്റ് ഔട്ട് ചെയ്ത് അതിലൊരു ക്ലാഷ് വന്ന് നമ്മൾ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നപ്പോഴാണ് വേറൊരാൾ മറ്റേ ആളെ പോയിട്ട് നാട്ടുകാരെ മുന്നിൽ വിളിച്ച് നിർത്തി പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ, ഓ ഇന്നെ അങ്ങനെ ചെയ്തിട്ടാ പോയെ, ഇവള് ഇന്നെ എത്ര പറ്റിച്ചിട്ടാ പോയെ, ഓൻ അങ്ങനെ കാട്ടി, ഇതാവുമ്പോൾ നാട്ടുകാരോട് ഇടപെടും. അല്ലാതെ എത്രയോ പേര് മ്യൂച്വൽ റെസ്പെക്റ്റിൽ അങ്ങനെ ആയി പോകുന്നവരുണ്ടല്ലോ, അവരെ ചൂണ്ടിക്കാണിച്ച് കളിയാക്കാതെയും കൂടി ഇരിക്കുക, അത് വേറൊരു സീന്. പിന്നെ ഇതേപോലെ ഇങ്ങനെ ജീവിച്ചു പോകാൻ താല്പര്യമുള്ള ഒരു തലമുറ വലിയൊരു മെജോറിറ്റി ആളുകളോടുണ്ട്. ഏത് ഈ ഒരു മെന്റാലിറ്റിയിൽ, മനസ്സിലായോ? അപ്പൊ അങ്ങനെ പോകുന്നവരെ നമ്മൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ അത് കറക്റ്റായിട്ട് അവരുടെ ഇപ്പൊ ഈ അഖിലിന്റെ രാഷ്ട്രീയതയ്ക്ക് വലിച്ചിടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഭാര്യനെ നിങ്ങൾക്ക് തൊടാതെ പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് പറഞ്ഞിട്ട് പോവാം. ഇത് പറയുമ്പോൾ മറ്റേ സ്വാസികന്റെയും ഹസ്ബൻഡിന്റെ കാര്യം ഓർമ്മ പറഞ്ഞു. സ്വാസിക എന്ന് പറഞ്ഞില്ല, എനിക്ക് കല്യാണം കഴിക്കുന്ന എന്താ ആഗ്രഹം വെച്ചാൽ ഈ സിന്ദൂരം ഇതുവരെ ഇടണം, വലിയ മാല ഇടണം, അങ്ങനെ ആ സംഭവം അവരെ ആഗ്രഹമാണ് അത്, അവരങ്ങനെ ചെയ്യണം. പിന്നെ ആഗ്രഹത്തേക്കാ ഉപരി അവരെ പാരന്റ്സിൽ നിന്ന് അവർക്ക് കിട്ടിയ ഒരുതരം ട്രെയിനിങ് ഉണ്ട്, മനസ്സിലായി? ഇതിപ്പോ ഞാൻ സത്യം പറഞ്ഞാൽ പറയാ എങ്ങനെയാ വെച്ചെങ്കിൽ, ഈ മറ്റേ മിലിറ്റന്റ് സംഘടനകൾ തീവ്രവാദികൾക്ക് ട്രെയിൻ ചെയ്യില്ലേ, അതുപോലെയാണ് ചില വീട്ടുകാർ ട്രെയിനിങ് കൊടുക്കുക മക്കൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുക ചില അച്ഛനമ്മമാര്, അത് പ്രത്യേകിച്ച് കുറെ അമ്മമാര്. കല്യാണം കഴിഞ്ഞ് പോയാലും, കല്യാണം കഴിഞ്ഞ് വേറെ വീട്ടിൽ പോയ പെൺകുട്ടി, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് വേറെ ആളൊപ്പം പോയ പെൺകുട്ടി എന്നുള്ള ചിന്താഗതി വേറെ പോവുക. അവരുടെ ചിന്താഗതി എങ്ങനെയാ? അവരുടെ ചിന്താഗതി എന്റെ മോള് വേറെ വീട്ടിൽ പോയി, അതായത് ഇങ്ങോട്ട് വരാത്ത ഒരാളാണ്, എന്റെ മോള് വേറെ വീട്ടിൽ പോയി, എന്റെ മോള് വേറൊരാളൊപ്പം പോയി. അപ്പൊ അവരുടെ മനസ്സിനെ അവരെന്ത് ചെയ്യണം, അതിന് കളയാണ്. ഇങ്ങോട്ട് തിരിച്ചു വരാത്ത രീതിയിൽ അങ്ങോട്ട് പോവാന്ന് കളഞ്ഞു. കളഞ്ഞതിന് ശേഷം പിന്നെന്താ അറിയാം ഇവര് ചെയ്യാ, പിന്നെ ഇവിടെ ഇരുന്ന് കൺട്രോളാ. ഏത് മോളെ, ഈ ഓനെ അങ്ങനെ ചെയ്യണം, ഈ ഓൻ പറയുന്നത് ഇങ്ങനെ കേൾക്കണം, ഈ ഓൻ പറയുന്നത് അങ്ങനെ കാണിക്കണം. കാരണം എന്റെ അമ്മ ഇങ്ങനെയാ വളർന്നത്, എന്റെ അമ്മ വളർന്ന അപ്പൊ അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ, നല്ല ജീവിതം, നല്ല ജീവിതം, നല്ല അതും. അവിടെ ആ കരിയും പുകയും കൊണ്ട് ആ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി അടിച്ചേരി തുറച്ചവിടെ കിടക്കുന്നുണ്ടാവും. ഒരു നല്ലത് കൊടുക്കാൻ പറ്റുമോ, തിന്നാൻ പറ്റുമോ, പുറത്തു പോകാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ, മക്കളെയും നോക്കി ആയമാരെ പോലെ ജീവിതം പോയി. അന്നത്തെ കാലത്തിൽ അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് വീണ്ടും ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കില്ലേ? അപ്പൊ അത് വരുമ്പോ നിങ്ങൾ സ്ത്രീകളെ തന്നെ പറ, അവിടെ നിങ്ങൾ പുരുഷന്മാരെ കയറി. പല പുരുഷന്മാരും ഇതൊന്നും അറിയാത്തവരായിരിക്കും ഉള്ള ആരും, പ്രത്യേകിച്ച് ഈ എബ്രോഡ് NRI ആയിട്ട് ഗൾഫിലും അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് പോയി ജീവിക്കുന്ന ആണുങ്ങൾ ഇതിനെ കുറിച്ചൊന്നും അറിയുന്നില്ലടേ സീരിയസ് ആയിട്ട്. ആ ആണുങ്ങൾ പറഞ്ഞിട്ടുമായിരിക്കില്ല അവരൊന്നും ഇവിടെ വന്നിരിക്കുന്നത്, അവരുടെ അമ്മമാര് പറഞ്ഞുകൊണ്ട് അവർ ഇവിടെ വന്നിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യാതെ ഇവരെ ഇഷ്ടത്തിന് ഇരിക്കുന്നതായിരിക്കും. അല്ല ഭർത്താക്കന്മാർ പിടിച്ചിരുത്തുന്നു ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ലാസ്റ്റ് എന്താ കേൾക്കറിയാം ഭർത്താവിന്, നിങ്ങൾ പുറത്തു പോയപ്പോ ഞാൻ ഈ കുട്ടികളെ നോക്കി വളർത്തിയില്ലേ, ഞാൻ എന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചില്ലേ. ഭർത്താവ് ഇങ്ങനെ ആലോചിക്കും, ഞാൻ എപ്പോഴാണ് ഈ പറഞ്ഞ എന്നോട് ഇഷ്ടങ്ങൾ മാറ്റി വെക്കുക, ഞാൻ പുറത്തായിരുന്നില്ല, എനിക്ക് എങ്ങനെ അറിയാം, ഞാൻ കാശടക്ക അയച്ചെന്നില്ലേ, അതൊക്കെ ജീവിച്ചാ പോരായിരുന്നില്ലേ. ചില ആണുങ്ങൾ ആലോചിച്ച് കൂടെ എങ്ങനെ. നവ്യ നായരുടെ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ട്. നവ്യ നായർ അതിൽ പറയണ്ടല്ലോ, ഭാവിയിൽ എന്റെ മകൻ എന്നോട് ചോദിക്കരുത് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിച്ചപ്പോ അമ്മ എന്ത് നേടി ആ സാധനം. എന്റെ അമ്മ എന്നോട് ചോദിച്ചു, ഞാൻ അമ്മയോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ട്, നിങ്ങൾ ഇത്രയും വർഷം അച്ഛന്റെ ഒപ്പം പുറത്തു പോവാതിരുന്നു, ഞങ്ങൾക്ക് വേണ്ടിയതാ പറയുന്നത്. ഞാൻ പറഞ്ഞു പോവാതിരിക്കണമെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും തിന്നാൻ തന്ന് വളർത്തിട്ട് എന്റെ മുഖത്ത് നോക്കി എന്റെ ചപ്പയ്ക്ക് അടിക്കുന്ന പോലെ ഇപ്പം ഞാൻ ആ തിന്ന വിളിച്ച് ഛർദ്ദിക്കാൻ എനിക്ക് തോന്നുന്നു. എന്ത് എന്റെ അമ്മന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ അനക്ക് വേണ്ടി ഞാൻ പറഞ്ഞു. നമ്മൾ ആരും പറയും, മക്കളായിട്ടുള്ള ആരും ഇത് പറയുന്നു പിടിച്ചു വെക്കണില്ല. അപ്പൊ അത് ആ സാഹചര്യം കൊണ്ടും അവരവരുടെ തീരുമാനം കൊണ്ടാണ് അങ്ങനെ ആയത്. അത് സെൽഫായിട്ട് ഓപ്റ്റ് ചെയ്യുന്നതാണ്. അത് അവർ അടുത്തൊരു ജനറേഷന് പകർത്തി കൊടുക്കാതിരിക്കാനും അത് അടുത്തൊരു ജനറേഷനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാതിരിക്കാനും നിങ്ങൾ ഈ പറയുന്നത് ചിലപ്പോൾ ഫലപ്രദമാവും. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്താൽ
അതിന് പകരം നിങ്ങൾ എന്താ ഫോക്കസ് ചെയ്യണ അറിയോ? ആണുങ്ങൾ ആണിനെയല്ല, നിങ്ങൾ പെണ്ണിനെ ഫോക്കസ് ചെയ്യും. പെണ്ണിനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. മാറ്റങ്ങൾ വരുന്നതിന് പെണ്ണുങ്ങളിലാണ് തുടങ്ങേണ്ടത്, അല്ല ആണുങ്ങളിലല്ല. അത് ആണുങ്ങളല്ല അതിൽ പ്രശ്നക്കാരവിടെ ഉണ്ട്. പ്രശ്നക്കാരായിട്ടുള്ള ആണുങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ പെണ്ണുങ്ങൾ മാറിക്കഴിഞ്ഞാൽ ആണുങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, അത്രേ ഉള്ളൂ. എല്ലാ ആണും ആക്സെപ്റ്റ് ചെയ്യും, മനസ്സിലായോ? ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ കാലം മാറിയോണ്ട് ഒരു വിഷയമല്ല, എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും. അല്ലേ? ജിമ്മും പോയി, എല്ലാം പോയി. എന്താ ജിമ്മിക്ക് ഇറങ്ങിയല്ലേ? ജിമ്മ് പോയിട്ട് പോവാ. 9:15 പ്രബിയില്ല, ഞാനില്ല. ഈ ചോദിക്കോ ഇൻഡിപെൻഡന്റ് ലേഡി ഒറ്റയ്ക്ക് ചോദിക്കോ? ഇൻഡിപെൻഡന്റ് ആയിട്ട് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി. ജിമ്മല്ലേ, സേഫ് അല്ലേ നമ്മളെ ജിമ്മ്? സേഫ് ഞാൻ ടിക്കറ്റ് ചെയ്യണ്ടേ? ആ പേടിയാണ് എന്തി പോയിക്കോ. ഞങ്ങൾ മിനിമിനേഷൻ കളിച്ചോണ്ടിരുന്നു അല്ലടാ. ഞങ്ങള് രണ്ട് റൗണ്ട് കളിക്കട്ടെ. എന്റെ ഇഷ്ടം പ്രോട്ടീൻ ബാർ തരും, കഴിക്കട്ടെ. അതെങ്കിലും കഴിക്കട്ടെ. തെറ്റായി പ്രോട്ടീൻ ബാർ. ഓക്കെ, ബൈ.